ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ കോഴികൾക്ക് നിൽക്കാൻ കോഴിക്കൂടുകളാണോ കൂടുതൽ സൗകര്യം അല്ലെങ്കിൽ ഷെഡാണോ എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ആദ്യത്തെ കോഴിക്കൂട് കേട്ടോ. ഏകദേശം ഒരു 10-18ഓളം കൊല്ലമായി. അതായത് കോഴി വളർത്തൽ തുടങ്ങിയിട്ട് 8 കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് പ്രാവുകളുണ്ടായിരുന്നു. ഇത് പ്രാവിൻ്റെ കൂടെയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ മരത്തിൻ്റെ ബോക്സൊക്കെ ഉണ്ടായിരുന്നു പ്രാവിന് മുട്ടയിടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അവസ്ഥയൊക്കെ കഴിയാനാണ് 2 പ്രാവശ്യം അതിൻ്റെ റൂഫ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാലമായിട്ടുള്ള ഒരു മരത്തിൻ്റെ കൂടാണ്. പിന്നെ കോഴികൾ നമ്മൾ ചെറിയ രീതിയിലാണ് വളർത്തുന്നത് വെച്ചാൽ നമുക്ക് കോഴിക്കൂടുകളാണ് നല്ലത് കേട്ടോ. അതും മരത്തിൻ്റെ കൂടുകളാണ് കോഴികൾക്ക് ഏറ്റവും സൗകര്യപ്രദം കേട്ടോ. പണ്ട് കാലത്തൊക്കെ മരത്തിൻ്റെ കൂട് തന്നെ ഉണ്ടായത്, പിന്നെയാണ് കമ്പിക്കൂട് വന്നത്. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിന് എളുപ്പം കമ്പിക്കൂടാണ്. കോഴികൾക്ക് നിൽക്കാൻ ഇഷ്ടമുള്ളത് എപ്പോഴും മരക്കൂട്ടിലാണ്. പക്ഷേ മരം പഴയതാകുമ്പോൾ പൂപ്പ് വരും. പിന്നെ നമ്മൾ ഒരു 2-3 മാസമൊക്കെ ഉപയോഗിക്കാതാകുമ്പോഴത്തേന് ഇങ്ങനെ എന്തോ വൈറ്റ് കളർ പൊടി വന്നിട്ടൊക്കെ മരം കേടുവരും. മരം കേട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൽ അട വെക്കാനോ കുട്ടികളെ വെക്കാനോ ഒന്നും പറ്റില്ല. വേഗം കോഴിപ്പേൻ വരും കേട്ടോ. അത് നനവുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ മരം പഴയതായാൽ കോഴിപ്പേൻ്റെ ശല്യം വരും. അപ്പോൾ നോക്കുന്നത് എന്താ വെച്ചാൽ ഷെഡ് രീതിയിൽ വളർത്തുന്നതിനെ പറ്റി പറയാം കേട്ടോ. ആദ്യം തന്നെ ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഷെഡ് മോഡലുള്ള കൂടാണ്. എൻ്റെ കോഴി വളർത്തൽ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു കൂടുണ്ടാക്കിയതാണ്. ഏറ്റവും വലിയ നഷ്ടം ഇത് ഏകദേശം 24,000 റുപ്യ ചിലവാക്കി ഞാൻ വാർത്ത് ഒക്കെ ഉണ്ടാക്കിയതാണ്. ഇത് വാർക്കുമ്പോഴേ പലരും എന്നോട് പറഞ്ഞിട്ട് ഇനി വാർക്കണ്ട, ഷീറ്റിട്ടാൽ മതി. ഷീറ്റാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പെടുത്ത് പൊളിച്ച് മാറ്റി ഉയരം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് വാർത്ത എന്താ വെച്ചാൽ ഇതിൻ്റെ മേലെ ഒരു തട്ടും കൂടി ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. ഇത് നമ്മളെ ഗ്രാമശ്രീകൾ ഇതിലുണ്ടായിരുന്നു. ഏകദേശം നിങ്ങളെല്ലാവരും കണ്ടല്ലേ, 10-30ഓളം ഗ്രാമശ്രീകൾ ഇതിലുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഷെഡിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. കോഴി വളർത്തലിൽ യാതൊരു ടെൻഷനും ഇല്ല. ഇതിൽ എഗ് ബോക്സ് വെച്ച് കൊടുക്കുക, കമ്പുകൾ വെച്ച് കൊടുക്കുക ഒക്കെ ചെയ്യാം. അപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഷെഡ് രീതിയിലാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നോളൂ. ഓർക്ക് ആവശ്യമുള്ള തീറ്റയും വെള്ളമൊക്കെ കൊടുത്താൽ മതി. ക്ലീനിങ്ങും പ്രശ്നമല്ല. പക്ഷേ പിന്നെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു കോഴിക്ക് അസുഖമോ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഷെഡ് മോഡലാകുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാത്തിനും പിടിക്കുകയും ചെയ്യും. നമ്മളെ കൂട് കാലിയാവാൻ വേറെ എങ്ങോട്ടും പോകണ്ട. പക്ഷേ നമ്മൾ ചെറിയ ചെറിയ കൂടുകളിലാണ് വളർത്തുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു കോഴിക്ക് അസുഖം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈ കൂട്ടിൽ നിന്ന് എടുത്ത് വേറെ കൂട്ടിലേക്ക് മാറ്റി വെക്കാം. വയ്യാത്തതിനെ മാറ്റിയിട്ട് ചികിത്സിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് കോഴിക്കൂടില്ല, വെറും ഷെഡ് മാത്രമാണെങ്കിലും നമ്മൾ കുടുങ്ങിപ്പോവും. ശരിക്കും കുടുങ്ങിപ്പോവും. എപ്പോഴാണ് നഷ്ടം വരികയെന്ന് പറയാൻ പറ്റില്ല. അസുഖം എപ്പോഴും വരുമെന്ന് പറയാൻ പറ്റില്ല. ഇനി ഈ ഷെഡിൻ്റെ ഉള്ളിൽ തന്നെ കൂട് വെച്ച് വളർത്തുന്നവരുണ്ടാവും. ഒരു പറയും അതിൻ്റെ ഉള്ളിലാക്കുമെന്ന്. എങ്ങനെ ആക്കിയാലും വേണ്ടിയില്ല, ഈ വായുവിലൂടെ പകരുന്ന അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്ന് ഭയങ്കര നഷ്ടമായിരിക്കും. നഷ്ടം വരുമ്പോൾ ഒരു 10-50 കോഴി ഉണ്ടെങ്കിൽ ഒന്നിനാണ് വയ്യായി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം അങ്ങോട്ട് പോകും. എത്ര വാക്സിൻ എടുത്തിട്ടും കാര്യമില്ല. വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ കോഴി എന്ന് പറഞ്ഞാൽ അതാണ്, ഒന്നിന് വന്നാൽ എല്ലാത്തിനും വരും. അപ്പോൾ ഈ ഷെഡ് മോഡൽ വളർത്തുന്നവർക്ക് ഭയങ്കര നഷ്ടം സംഭവിക്കും കേട്ടോ. അപ്പോൾ ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പുറത്ത് വിടാൻ മഴയത്തൊക്കെ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്തൊക്കെ നമുക്ക് വന്ന് കോഴിക്കൂട് തുറക്കാനോ അടയ്ക്കാനൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. തീറ്റ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഫുള്ള് നിലത്തൊക്കെ ചളിയും വെള്ളവും നിൽക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ വരാം ഇതാക്കൊക്കെ ചെയ്യാം. മറ്റേ ഷെഡാകുമ്പോൾ നമുക്കൊന്നും പ്രശ്നമില്ല. ഏതെങ്കിലും ഒരു നേരം ഒന്നായിട്ട് തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേന്ന് വന്ന് നോക്കിയാൽ ഫുൾ അറക്കപ്പൊടി നിറച്ചാൽ അത് ഇളക്കിയിട്ട് കൊടുക്കുക, എപ്പോഴെങ്കിലും മാറ്റുകയൊക്കെ ചെയ്താൽ മതി. പക്ഷേ ഇതാണ് പ്രശ്നം. അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് പോയി പോകും. അതിൻ്റെ ഉള്ളിൽ വേറെ കൂടുണ്ടെങ്കിലും എന്തായാലും അസുഖം പകരും. അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ കൂട് തന്നെ മരത്തിൻ്റെതും കമ്പിക്കൂടൊക്കെ ഉണ്ടല്ലോ. കോഴികൾക്ക് എപ്പോഴും സൗകര്യം മരത്തിൻ്റെ കൂടാണ്. നമുക്ക് ക്ലീനിങ്ങിന് എളുപ്പം കമ്പിക്കൂടാണ്. പിന്നെ മരത്തിൻ്റെ ഫ്രെയിം അടിച്ചിട്ട് അടിയിൽ നെറ്റുള്ള ടൈപ്പ് ഉണ്ട്. ആ ഒരു കൂടാണ് നമ്മുടെ ബാക്കത്തെ കൂട്. അത് കോഴിക്കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കൂടാട്ടോ. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഓരോ ഫാമിലൊക്കെ ഒന്നായിട്ട് കോഴിക്കുട്ടികളെ ഇൻക്യുബേറ്ററിൽ വിരിച്ചിറക്കിയിട്ട് ബ്രൂഡിംഗ് ഒക്കെ കൊടുക്കും നല്ല ഒരു സെറ്റപ്പിൽ. അതിൻ്റെ ശേഷം പിന്നെ അടിയിൽ നെറ്റുള്ള വലിയ കൂട്ടിലേക്കാണ് ഇടുക. അങ്ങനത്തെ ഒരു വലിയ കൂട്ടിലിട്ടിട്ട് ഏകദേശം 1 മാസം 2 മാസമൊക്കെ ആകുമ്പോൾ ഒരു സെയിൽ ഇടുക. ഇതേപോലത്തെ കൂടാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു 4 കള്ളി കൂടാണ്. ഇങ്ങനത്തെ ഒരൊറ്റ കള്ളിയിൽ നീളത്തിൽ അത്യാവശ്യം നല്ല നീളം വീതിയുള്ള അടിയിൽ നെറ്റുള്ള കൂട്ടിലേക്കാണ് ഒരു കോഴിക്കുട്ടികളിടുക. എന്നിട്ട് പിന്നെ 1 മാസം 1.5 മാസം ചില 2 മാസമൊക്കെ ആകുമ്പോൾ ഒന്നായിട്ട് സെയിലാക്കും. അപ്പോൾ ഓരോ കോഴി വളർത്തൽ രീതിയൊക്കെ നല്ലൊരു സെറ്റപ്പിലാണ്. നമ്മളെ പോലെ ഒന്നല്ല, അധികം നഷ്ടമൊന്നും ഇല്ലാതെ നല്ല ലാഭത്തിൽ തന്നെയാണ്. പിന്നെ എന്താ പറയുക, 60 കോഴിയൊക്കെ നല്ല അടിപൊളി നാടനാട്ടോ. പിന്നെ ഒരു അസീലിൻ്റെതും അസീലൊക്കെ നല്ല പ്യുവർ അസീലായിട്ട് അവിടെ ഉണ്ടാവുക. അപ്പോൾ കോഴി വളർത്തൽ വലിയ വ്യാവസായിക അടിസ്ഥാനത്തിലും വലിയ ബിസിനസ്സായിട്ടൊന്നും നടത്താൻ ഉദ്ദേശിക്കാത്തവർക്ക് കോഴിക്കൂടാണ് എപ്പോഴും നല്ലത് ഷെഡിനെക്കാട്ടിലും. അത് ഞാൻ പറഞ്ഞുതരാം.
പിന്നെ നമ്മളിപ്പോൾ വലിയ പൈസ മുടക്കി ഷെഡൊക്കെ ഉണ്ടാക്കി ഒരു ചെറിയൊരു ഷെഡ് കെട്ടണമെങ്കിൽ തന്നെ എന്തായാലും ഒരു 10-30,000 ഉറുപ്പ്യാവും. നല്ല ഷീറ്റൊക്കെ ഇട്ടിട്ട് വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഷെഡ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഉണ്ടാക്കുമ്പോൾ നല്ല ഉറപ്പിൽ ഉണ്ടാക്കണ്ടേ, കുറുക്കന് നായൊന്നും പിടിക്കാത്ത, പോക്കാൻ പൂച്ചയൊന്നും പിടിക്കാതെ നമ്മളെ കോഴികൾ എപ്പോഴും സേഫ് ആണ്ടേ. അതുകൊണ്ട് വെറുതെ പ്ലാസ്റ്റിക് വലയൊന്നും കെട്ടിയിടാതെ ഉണ്ടാക്കുമ്പോൾ നല്ല സ്ട്രോങ് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അത്യാവശ്യം വലുപ്പത്തിലൊരു ഷെഡ് കെട്ടണമെങ്കിൽ ഒരു 30-35,000 ഉറുപ്പ്യ എന്തായാലും. അപ്പോൾ അത്രയും പൈസയൊക്കെ ചിലവാക്കി ഷെഡ് ഉണ്ടാക്കിയിട്ട് ഈ പൈസയൊക്കെ നമുക്ക് കോഴി സെയിലായിട്ട് ഏത് കാലത്ത് തിരിച്ച് കിട്ടും എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് ചിന്തിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ വെറുതെ നമ്മളൊരു നേരമ്പോക്കായിട്ട് ഒരു വീട്ടുമുറ്റത്ത് വളർത്തുകയാണെങ്കിൽ നമുക്കെപ്പോഴും കോഴിക്കൂട് തന്നെയാണ് നല്ലത്. പിന്നെ കോഴിക്കൂടും തന്നെ ചെറിയൊരു 2 കൂടോ 3 കൂടോ ഉണ്ടായിട്ട് തന്നെ അതിന് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ അവിടെ വെച്ച് വിരിച്ചിറക്കും, ഓരോ കൊടുക്കും. അപ്പോൾ അതിന് ചുരുങ്ങിയത് നമുക്കൊരു 20 പടക്കോഴിയെങ്കിലും വേണം. 20 പടക്കോഴിയെങ്കിലും വീട്ടിൽ വേണം. എന്നാലും ഇപ്പോൾ പറഞ്ഞാൽ റൊട്ടേഷൻ ചെയ്ത് സെയിലായി വരുള്ളൂ. ഒന്ന് അടച്ച് ഇതാക്കി നമ്മളെ കുറേ കോഴികളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, അസുഖം വന്നിട്ട് ചത്തുപോയി. അങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞ ഏപ്രിലിൽ ഒരുപാട് കോഴികൾ നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ നമുക്ക് പടക്കോഴികളൊക്കെ കുറവാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മളോട് പടക്കോഴി ഉണ്ടോയെന്നൊക്കെ. ഇനി ഉള്ളവരൊക്കെ വലുതായി വന്നിട്ടൊക്കെ പുതിയ ബാച്ച് ആയി വരുള്ളൂ. ഇപ്പോൾ കുറവാണ് കോഴി ഉള്ളത്. 2-3-4 എണ്ണമൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ആദ്യമുള്ളൊരു കുറച്ച് കോഴിയുണ്ട്, ഓരൊക്കെ തന്നെ ഉള്ളൂ ഇപ്പോൾ കേട്ടോ. പിന്നെ ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുണ്ട്, അടിയിൽ നെറ്റുള്ള കൂടിൻ്റെ അടിയിൽ കൂടെ പിന്നെ കീരി വലിക്കൂലേ, പിന്നെ എലി വരൂലേ എന്നൊക്കെ. പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവാതെക്കാനുള്ള 2 കാരണമുള്ളത്. എന്താ വെച്ചാൽ ഞാൻ ഡബിൾ നെറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ കൂട് അത്യാവശ്യം ഉയരത്തിലുമാണ്. ഡബിൾ നെറ്റ് അടിച്ചാൽ ഇനി കൂടെ ഉയരമില്ലെങ്കിലും കൂടി ഒരു ജീവിക്കും മാന്താൻ കഴിയില്ല കേട്ടോ. നമ്മളെ വലിയ കൂടിൻ്റെ ഒക്കെ അടിയിൽ ഡബിൾ നെറ്റ് അടിച്ചതാണ്. ഉള്ള നെറ്റിൻ്റെ മേലെ ഒന്നുകൂടി അടിച്ചതാണ്. അങ്ങനെയൊക്കെ അത്രയും സേഫായിട്ടൊക്കെ നമ്മളിവിടെ കോഴികളെ നോക്കുന്നത് കേട്ടോ.